ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം, 100ഓളം പേർക്ക് പരിക്ക്. ആണവ വികിരണം ഇല്ല എന്ന് സ്ഥിരീകരണം. നദാൻസ് നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിനുള്ള മറുപടി എന്ന് ഇറാൻ, ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ. ഇറാന് അമേരിക്കയുടെ അന്ത്യശാസനം. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ഭീഷണി. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക നീക്കം നടത്തുന്നുവെന്നും സൂചന. കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖ് തിരികെ മുസ്ലിം ലീഗിൽ. പാണക്കാട്ടെത്തി മെമ്പർഷിപ്പ് സ്വീകരിച്ചു. വൈകിട്ട് കൊടുവള്ളിയിലെ UDF കൺവെൻഷനിൽ പങ്കെടുക്കും. CPM വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് മടങ്ങിപ്പോക്കെന്ന് റസാഖ്. പത്രികാ സമർപ്പണത്തിന് ഇനി ഒരു നാൾ മാത്രം. കളം നിറഞ്ഞ മുന്നണികൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിന് നാളെ പത്തനംതിട്ടയിൽ തുടക്കം. കോഴിക്കോട് പെരുവയൽ എരഞ്ഞിക്കലിൽ ഷിഗല്ല പടരുന്നു. 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക്. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയെന്ന് ആരോഗ്യവകുപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.